ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിത് ഈ തുണി വെച്ചിട്ട് ഒരു അംബർല സ്കേർട്ട് ആണ് തയ്ക്കാൻ കട്ട് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയ കൊച്ചിനുള്ളതാണ്. നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇത് 1/2 മീറ്റർ തുണിയാണ് ഉള്ളത് കേട്ടോ. അത് 48 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് 1/2 മീറ്റർ തുണി മതി ഇത് സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 1/2 മീറ്റർ തുണീനെ രണ്ടായിട്ട് ആദ്യം തന്നെ മടക്കിയിട്ടിട്ട് പിന്നെ അതിനെ കോണാക്കി മടക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അതെ, ഈ തുണി ഇതാണ് മീറ്റർ കണക്ക് നമ്മൾ നോക്കണത്. ഇതേ 1/2 മീറ്ററാണ് ഇതുള്ളത് കേട്ടോ. കറക്റ്റ് 1/2 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 1/2 മീറ്റർ തുണിയെ എങ്ങനെ മടക്കിയിടണമെന്ന് നോക്കാം. അതെ, ഇങ്ങനെയുള്ള 1/2 മീറ്റർ തുണിയെ ഇത് രണ്ടായിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒപ്പം രണ്ടാക്കി മടക്കിയിടാം. മനസ്സിലായില്ലേ? ഒപ്പം കറക്റ്റാക്കിയിട്ട് രണ്ടാക്കി മടക്കിയിടാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ കോണാക്കി മടക്കാം. ഇതിങ്ങനെ കോണാക്കി മടക്കിയിടാം. ഇത് ഈ ഭാഗത്താണ് നമ്മൾ അതിൻ്റെ അരഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടത്. ഇങ്ങനെ മടക്കിയിട്ട് കോണായിട്ട്. അപ്പോൾ ഇത് ഇവിടെ 4 ഭാഗമായിട്ട് വരും. ഒരു മടങ്ങിയിരിക്കുന്ന ഭാഗവും 2 ജോയിൻ്റ് ഇല്ലാത്ത ഭാഗവും, ജോയിൻ്റായിട്ട് വന്ന ഭാഗവും. ഇവിടെയാണ് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ അരഭാഗം അടയാളപ്പെടുത്താൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് ഇതിന് അരവണ്ണം വന്നത് 22 ഇഞ്ചും ലെങ്ത്ത് വന്നത് 16 ഇഞ്ചും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തം ഇതിൻ്റെ ഇറക്കം നമുക്ക് തീർന്ന് 16 കിട്ടണം. 16 കിട്ടണം. ഇങ്ങനെ വണ്ണം 18 പ്ലസ് 4 ഇഞ്ച് കൂട്ടണം, എന്നിട്ട് 22. അപ്പോൾ നമ്മൾ അലാസ്റ്റിക് ഇട്ടാണ് ചെയ്യണത് അരഭാഗത്ത് കേട്ടോ. അപ്പോൾ ഈ തുണി ഞാൻ മടക്കിയേക്കുന്ന രീതി ഇതിലും ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ 1/2 മീറ്റർ തുണി എടുത്തിട്ട് ആദ്യം തന്നെ ഇങ്ങനെ രണ്ടാക്കി മടക്കുക, എന്നിട്ട് അതിനെ ഇങ്ങനെ കോണാക്കി മടക്കുക. അങ്ങനെയാണ് ഇത് ഇട്ടേക്കണേ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ അരഭാഗം ഈ ഭാഗത്താണ്, ഈ കോണായിട്ട് ഇരിക്കുന്ന തുമ്പ് ഭാഗത്താണ് നമ്മൾ അരഭാഗം അടയാളപ്പെടുത്തണം. ഇങ്ങോട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. കറക്റ്റായിട്ട് ലെങ്ത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് പോലെ വരും. കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതെ, എന്നിട്ട് ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗം. ഇത് വന്നത് അരഭാഗം. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ വരും. മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അറിയാവുന്നവർക്ക് ഇതിങ്ങനെ അത്ര അധികമൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല. തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ആണിത് ചെയ്യണം കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് അരവണ്ണം അടയാളപ്പെടുത്താം. അപ്പോൾ അരവണ്ണം 22 വേണ്ടത്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. എന്താ വെച്ചാൽ 4 ഭാഗമായിട്ടുള്ളത് മടക്കിയിട്ടേക്കണേ. അപ്പോൾ 22നെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അളവ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ടേപ്പ് 4ആക്കി മടിക്കാൻ മതി കേട്ടോ. അപ്പോൾ 5.5 കിട്ടണത്. നമുക്ക് 5.5 4 ഭാഗം മേടിക്കുമ്പോൾ കിട്ടണത്. അപ്പോൾ അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. 5.5 ഇവിടെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ മേളിൽ നിന്ന് വന്ന ഇറക്കവും കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. ഈ ഭാഗത്തും കറക്റ്റാണോ? ഇപ്പോൾ 7 കിട്ടണമെങ്കിൽ ഇവിടെ 7 തന്നെ കിട്ടണം. ആ ഭാഗത്താണ് നമ്മൾ വന്ന് 5.5 അടയാളപ്പെടുത്താവുള്ളൂ കേട്ടോ. എന്നാലാണ് അത് കറക്റ്റ് ഷേപ്പിലിരിക്കുള്ളൂ. അല്ലെങ്കിൽ സൈഡ് കയറിയും ഇറങ്ങിയൊക്കെ വരും നമ്മൾ ഈ ഭാഗം കറക്റ്റാക്കിയിട്ട് വരച്ചില്ലെങ്കിൽ. പിന്നെ ഇനി നമുക്ക് ഇവിടുന്ന് താഴേട്ടുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്താം. 16 ഇഞ്ച് ലെങ്ത്താണ് വന്നത്. പക്ഷേ അതിൻ്റെ 2 ഇഞ്ച് മുകളിൽ നമ്മൾ അലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെറുതെ വീഴുന്ന അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഇഞ്ച് അലാസ്റ്റിക് വന്നത് അതും കഴിച്ചിട്ട് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ അതോടുകൂടി 17 ഇഞ്ച് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അടിയിലും മുകളിലും കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. അപ്പോൾ നമുക്ക് ഈ 2 ഇഞ്ച് കഴിച്ചിട്ട് 17 ഇഞ്ച് മൊത്തം വേണ്ടതിൽ 2 ഇഞ്ച് കഴിച്ചിട്ട് 15 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തിയാൽ മതി ലെങ്ത്ത്. ഇവിടെ നിന്ന് തുടങ്ങി 15 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ടേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ചോക്ക് വെച്ചിട്ട് ഈ കോമ്പസൊക്കെ വെച്ചിട്ട് നമ്മൾ വരക്കണ അതിൽ ഇതെങ്ങനെ വരച്ചു കൊടുത്താലും മതി. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതെങ്ങനെ സെൻറ്ററിൽ ടേപ്പ് വെച്ചിട്ട് ചോക്ക് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ എല്ലാ ഭാഗത്തും ആ അളവ് തന്നെ കിട്ടണല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് അളന്ന് കൊടുത്തിട്ട്
നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ അരവണ്ണവും വരച്ച് നമ്മൾ അടിയിൽ ഇറക്കവും വരച്ചതേ കാണാൻ പറ്റണില്ലെങ്കിൽ ഇതേ ഇങ്ങനെയാണ് നമ്മൾ അരവണ്ണം അടയാളപ്പെടുത്തിയേക്കുന്നത് ഈ ഭാഗത്ത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയേക്കുന്നതാണ് ഇതേ ഇങ്ങനെ കണ്ട കറക്റ്റ് റൗണ്ടായിട്ട്. മനസ്സിലായില്ലേ? ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റാം, ബാലൻസ് വന്ന പീസ്. എന്നിട്ട് നമുക്ക് അരഭാഗത്ത് കട്ട് ചെയ്താൽ മതി. അടിഭാഗം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് അടിക്കുക മറന്നു പോകരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് വീണ്ടും വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. ഇത് ബാലൻസ് പീസ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് വരുമ്പോൾ കിട്ടിയേക്കുന്നത് താഴെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെയാണ് ഉണ്ടോ. ഇനി നമുക്ക് അലാസ്റ്റിക് വയ്ക്കാനുള്ള മേളിൽ നിന്നുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മടക്കി ഇടുമ്പോൾ 4 ഇഞ്ചിൽ കട്ട് ചെയ്യണം ഇവിടുത്തെ പീസ്. 4 ഇഞ്ച് വീതിയിലും ഈ സ്കേർട്ടിൻ്റെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത ആ നീളത്തിലുമുള്ള പീസ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒറ്റ അലാസ്റ്റിക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ അലാസ്റ്റിക് വീതം 2 എണ്ണം വീതം ഇട്ടിട്ട് വേണമെങ്കിലും കൊടുക്കാം. 2 ചെറിയ അലാസ്റ്റിക് 2 എണ്ണം വീതം ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഒറ്റ അലാസ്റ്റിക് ഇടുന്നാലും ഭംഗിയായിട്ടിരിക്കും. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. 2 എലാസ്റ്റിക് എങ്ങനെയാണ് നമ്മൾ സ്കേർട്ടിന് ഇടണേന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അലാസ്റ്റിക് ഇടാനുള്ള പീസ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇത് അടുത്ത് തന്നെ വരാം കേട്ടോ. അതിൻ്റെ ഉടനെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം. ഇതിങ്ങനെ കറക്റ്റായിട്ട് വച്ചിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്താൽ മതി. 4 ഇഞ്ച് വീതിയിൽ കേട്ടോ. ആ മാർക്ക് ചെയ്തേക്കുന്നത് 4 ഇഞ്ച് വീതി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദേ 4 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് 2 പീസായിട്ടാണ് കിട്ടിയേക്കണം. നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടിയിട്ടില്ല. ഇത് ജോയിൻ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അലാസ്റ്റിക് അടിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിങ്ങനെ മടങ്ങി വരും അലാസ്റ്റിക് ഇടുമ്പോൾ. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.